ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വിചാരിച്ചു എൻ്റെ കുറച്ച് കളക്ഷൻസ് ഓഫ് ഡ്രസ്സ്, അതായത് ഞാൻ സെവനിന് എടുത്തിട്ട് I mean 1 month മുന്നേ ഞാൻ എടുത്ത എൻ്റെ കുറച്ച് ഡ്രസ്സ് കാണിക്കാൻ വിചാരിച്ചു. എനിക്ക് നല്ല ബെസ്റ്റായിട്ട് ഫീൽ ചെയ്തതും എനിക്കും നല്ലതായിട്ട് ഫീൽ ചെയ്തതും കുറച്ച് ഡ്രസ്സ്. ഞാൻ ബേസിക്കലി ബാംഗ്ലൂർ ആയതുകൊണ്ട് തന്നെ ഞാൻ 2 രീതിയിലാണ് എൻ്റെ ഡ്രസ്സ് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന്, നമ്മൾ ഡെയിലി പുറത്ത് പോകുമ്പോൾ നമ്മൾ ഇപ്പം ഒരു ഷോപ്പിലോട്ട് എന്തെങ്കിലും വാങ്ങാൻ പോകാനോ ഫുഡ് കഴിക്കാൻ പോകാനൊക്കെ ആകുമ്പോൾ ക്യാഷ്വൽ ആയിട്ടുള്ള ഡ്രസ്സ് മതിയല്ലോ, നോർമലായിട്ടുള്ള ടീഷർട്ടോ ജീനോ അങ്ങനത്തെ എല്ലാം ഞാൻ സെപ്പറേറ്റ് ചെയ്ത് വെക്കും. അല്ലാണ്ട് എനിക്ക് കോളേജിൽ വെനസ്ഡേയിൽ കളർ ഡ്രസ്സ് ഇടണ്ടേ, അങ്ങനത്തെ ദിവസങ്ങളിൽ നമ്മൾ പുറത്ത് ഇപ്പോൾ സിനിമയ്ക്ക് പോകുമ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഞാൻ ഇടുന്ന എൻ്റെ കുറച്ച് ഡ്രസ്സ് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം അതിൽ ബെസ്റ്റായിട്ട് ഫീൽ ചെയ്ത കുറച്ച് ഡ്രസ്സ് ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചു. മുന്നേ എനിക്ക് ബാഗി കൈൻഡ് ഓഫ് ഡ്രസ്സ് ഇടാനായിരുന്നു ഭയങ്കര ഇഷ്ടം. അതായത് ഭയങ്കര ബാഗി ആയിട്ടുള്ള ടീഷർട്ടും ബാഗി പാൻറ്റും അങ്ങനെയൊക്കെ ഇടാനായിരുന്നു എനിക്കിഷ്ടം. പക്ഷെ ഇപ്പോൾ കുറച്ച് ചേഞ്ചായി. ഇപ്പം എനിക്ക് കൂടുതലും പുള്ളോവേഴ്സ് ഇടാനും കുറച്ച് ഫിറ്റഡ് ആയിട്ടുള്ള ഡ്രസ്സ്, ടോപ്പ് കുറച്ച് ഫിറ്റഡ് ആയിട്ടുള്ളത് ഇടാനാണ് ഇപ്പം എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പം ഞാൻ സെവനിൽ നോക്കി എടുത്തതിൽ ഒരു ടോപ്പാണ് ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ഇത് അറൗണ്ട് 725 എന്തോ പ്രൈസ് വരുന്നത്, 725 ആണെന്ന് തോന്നുന്നു, അത്ര എന്തോ പ്രൈസ് വരുന്നത്. നമ്പറൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ, 7 സൈഡിലൊരു സ്റ്റാർ ഉണ്ട്. ഫുൾ സ്ലീവാണ് വരുന്നത്. ഇവിടെ കുറച്ച് ലൂസ് ഉണ്ട്, ബാക്കി ഫിറ്റഡ് ആയിട്ട് വരുന്നതാണ്. എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുമ്പോൾ എന്തോ നല്ല ഒരു കോൺഫിഡൻസ് കിട്ടും. അപ്പോൾ എന്താ അറിയില്ല, നല്ലൊരു കോൺഫിഡൻസ് ആയി ഇപ്പോൾ. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ഇതൊരു വൈറ്റ് കളറിൽ വരുന്നൊരു പുള്ളോറാണ്. ഇതെൻ്റെ ഒരു അത്യാവശ്യം ഇഷ്ടമുള്ളൊരു ഉടുപ്പ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡ്രസ്സിലോട്ട് പോവാം. ഓക്കെ, അപ്പം എൻ്റെ ഫസ്റ്റ് ടോപ്പ് നോക്കാം. ഇതൊരു റെഡ് കളറിൽ വരുന്ന, കുറച്ച് ഡാർക്ക് റെഡിൽ വരുന്ന ഫുൾ സ്ലീവ് ആയിട്ടുള്ള, ഇത് വലിയുന്ന ടൈപ്പ് മെറ്റീരിയൽ, ഇതാക്കല്ല, ഒരു ലേസ് വർക്കൊക്കെ വരുന്നുണ്ട്. ചെറിയ ലേസ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നെക്ക് പോർഷനിൽ. പിന്നെ അതേപോലെ നമ്മുടെ ഈ ഒരു പോർഷനിലും ഇതേപോലെ ഒരു ലേസ് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ക്യൂട്ട് ബോയെല്ലാം വരുന്നുണ്ട്. ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ടോപ്പാണ്. അപ്പോൾ ഞാനിതൊന്ന് ഇട്ട് കാണിക്കാം. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഇടുമ്പോൾ ഉണ്ടാവുക. അത്യാവശ്യം കുറച്ച് ഫിറ്റഡ് ആയിട്ട് തന്നെ വരുന്നൊരു ടോപ്പാണ്. നമുക്കിതൊരു നോർമലായിട്ടുള്ള സ്ട്രെയിറ്റ് ഫിറ്റ് ജീൻസിൻ്റെ ഒക്കെ കൂടെ ഇട്ടാൽ നല്ല ഭംഗിയുണ്ടാവും. കഴുത്തിലൊരു ചെറിയ മാല, ചെയിൻ എന്തെങ്കിലും ഇട്ടാൽ നല്ല രസമുണ്ടാവും. അപ്പോൾ ഇത് എനിക്കിപ്പോൾ സ്റ്റൈൽ ചെയ്യാനുള്ള മടികൊണ്ടാണ് ഞാൻ ഇട്ട് കാണിച്ചത്. എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ ഏത് ഡ്രസ്സായാലും നമ്മളിപ്പോൾ കാണുമ്പോൾ ഉള്ള ഭംഗി ചിലപ്പോൾ ഇട്ടാലുണ്ടാവില്ല. പക്ഷെ ചില ഡ്രസ്സ് കാണുമ്പോൾ നമുക്ക് കാണുമ്പോൾ വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിലും ഇട്ട് വരുമ്പോൾ നല്ല രസമുണ്ടാവും. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. ഞാൻ പറയുന്നത് എത്രത്തോളം ക്ലിയറായി കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല, കാരണം എൻ്റെ കയ്യിൽ മൈക്കൊന്നുമില്ല. ഞാനൊരു ബിഗിനർ ആയതുകൊണ്ട് തന്നെ സോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഇങ്ങനെയുള്ളത്. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ഡ്രസ്സ് നോക്കാം. ഇതിങ്ങനെ വരിക. ഇതും ഫുൾ സ്ലീവാണ്. എനിക്ക് ഫുൾ സ്ലീവ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഹാഫ് സ്ലീവ് ഇടുമ്പോൾ എനിക്ക് അത്ര കോൺഫിഡൻസ് ഇല്ല, പക്ഷെ എനിക്ക് ഫുൾ സ്ലീവ് ഇടുമ്പോൾ ഭയങ്കര കോൺഫിഡൻസാണ്. കാരണം എനിക്കെന്തോ എന്നെ ഭയങ്കര അടിപൊളിയായിട്ട് ഫീൽ ചെയ്യാറുണ്ട് ഫുൾ സ്ലീവ് ഡ്രസ്സിൽ. എനിക്ക് അറിയില്ല. അതേപോലെ ഇങ്ങനത്തെ കഴുത്ത് വരുന്ന ഡ്രസ്സും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഒരു വൈറ്റ് പുള്ളോവർ മോഡൽ അങ്ങനെ വരുന്ന ഡ്രസ്സാണ്. ഇതും സ്ട്രെച്ചബിളാണ് മെറ്റീരിയൽ. സ്ലീവ് നല്ല നീളം, കയ്യുടെ ഒരു ഇവിടെ വരെ ഉണ്ടാവും സ്ലീവ് എന്ന് തോന്നുന്നു. ഓക്കെ, അങ്ങനെ വരുന്നതാണ്. പക്ഷെ ഇതിൻ്റെ കഴുത്തൊക്കെ ഒരു ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തേക്കുന്നതെന്ന് അറിയില്ല, ഒരു ഇങ്ങനെ കുറച്ച് ഇങ്ങനെ വൈഡായിട്ടുണ്ടാവും. നമ്മൾ ഇടുമ്പോൾ കുറച്ച് ഇങ്ങനെ ഇട്ടാൽ രസമുണ്ടാവും. ഓക്കെ, അങ്ങനെ വരുന്നത്. ഈ സൈഡിലൊരു പ്രിൻ്റൊക്കെ വരുന്നുണ്ട്. എനിക്ക് വീഡിയോയിൽ സംസാരിക്കുമ്പോൾ ചിരിച്ച് സംസാരിക്കണം എന്നുണ്ട്, പക്ഷെ എന്നോട് പറ്റുന്നില്ല. ഐ വിൽ ട്രൈ. ഓക്കെ, പിന്നെ ഞാൻ വീഡിയോൻ്റെ മുന്നിൽ വരുമ്പോൾ എനിക്ക് കുറച്ച് ടെൻസ്ഡ് ആണ്. ഞാൻ പുതിയതായിട്ടായതുകൊണ്ടായിരിക്കാം. ഓക്കെ, റെഡിയാവുമായിരിക്കും ഫ്യൂച്ചറിൽ. അപ്പം ഞാൻ ഇത് ഇട്ട് കാണിക്കാം ഇതെങ്ങനെയുണ്ടെന്ന്. ഇതിങ്ങനെയായിരിക്കും ഉണ്ടാവുക ഇടുമ്പോൾ. നമുക്ക് വേണമെങ്കിൽ ഇത് കുറച്ചും കൂടി ഇറക്കി ഓഫ് ഷോൾഡർ മാതിരി ഈ ഡ്രസ്സ് ഇടാൻ പറ്റും. ഇതിൻ്റെ സ്ലീവ് ഇതാ എനിക്ക് ഇങ്ങനെ വരുന്ന ഭയങ്കര ഇഷ്ടമാണ്. ഇത്ര സ്ലീവ് ഉള്ളതിനെക്കാട്ടിലും കൂടുതൽ ഇഷ്ടം എനിക്ക് ഇങ്ങനെ സ്ലീവ് വരുന്നത്. എന്തോ നല്ല രസമായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഇതിൻ്റെ പ്രിൻ്റ് എന്തോ ഒരു
സംതിങ് എന്തെന്താ ഉദ്ദേശിക്കുന്നത് അറിയില്ല, ബട്ട് എന്തോ ഒരു പ്രിന്റ്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഈ ഡ്രസ്സ് ഇട്ടാൽ ഉണ്ടാവുക. ഇതൊരു അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത് എന്തായാലും കമൻറ്റ് ചെയ്യുക. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ഇതിന് മുന്നേ എടുത്തതാണ്, ഇതേപോലെ തന്നെ എടുത്തതാണ്. പക്ഷേ ഞാൻ ആ വീഡിയോ നോക്കുമ്പോൾ ഭയങ്കര ലാഗ്, കാരണം എനിക്ക് എന്താ പറയണ്ടേ, എനിക്ക് എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബട്ട് ഐ വിൽ മാനേജ്. എന്തായാലും ഒന്നും കൂടെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് എടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. മൂന്നാമത്തെ ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് മൂന്നാമത്തത്. ഇതും ഒരു സ്വെറ്റ് ഷർട്ടാണ് വരുന്നത്, ഫുൾ സ്ലീവ് തന്നെയാണ്. ഇതിടുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ഇതാ ഇങ്ങനെ വരും. ഇവിടെ സ്ലീവിന് 2 കളർ വരുന്നുണ്ട്, ബ്ലാക്കും വൈറ്റും ആയിട്ടാണ് വരുന്നത്. ഇവിടെ ഇങ്ങനെ വൈറ്റ് വരുന്നുണ്ട്. ഇത് ഞാനൊരു 2-4 വട്ടം യൂസ് ചെയ്തതാണ്, അതുകൊണ്ട് തന്നെ ഇതിൽ നല്ല അഴുക്കുണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഞാൻ ഇട്ട് കാണിക്കാം. ഇങ്ങനെ ഇത് വരിക. ഇത് അറൗണ്ട് 800 തോന്നുന്നു, ഞാൻ നോക്കട്ടെ. 887 അതിൻ്റെ പ്രൈസ് വരുന്നത്. ഓക്കെ, ആ പ്രൈസിന് ഈ സ്വെറ്റ് ഷർട്ട് ഉണ്ട്. ഓക്കെ, ഞാൻ ഇട്ട് കാണിക്കാം. അപ്പോൾ ഇട്ടിട്ട് എനിക്ക് നല്ല ചൂടെടുക്കുന്നു, കാരണം വീഡിയോയ്ക്ക് നല്ല ക്വാളിറ്റി, സൗണ്ട് ക്വാളിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഫാൻ പോലും ഇട്ടിട്ടില്ല, നല്ല ചൂടുണ്ട്. ഓക്കെ, അപ്പം ഇതിങ്ങനെ വരുന്നത്. ഇവിടെ എന്തോ എഴുതിയിട്ടൊക്കെ ഉണ്ട്. ഇങ്ങനെയുണ്ട്, രസമില്ല കാണാൻ. 887 ഇതിൻ്റെ പ്രൈസ് തന്നെ. ഈ പ്രൈസിന് ഇത് ഉണ്ട് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു, നല്ല ഉണ്ടെന്ന് ഫീൽ ചെയ്യുന്നു. സോ നിങ്ങൾ പറയാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. പിന്നെ ഞാൻ കാണിക്കുന്ന ഡ്രസ്സിൽ ഏറ്റവും നല്ല ഡ്രസ്സ് ഏതാണെന്നും എന്തായാലും പറയണം. നെക്സ്റ്റ് ഡ്രസ്സ് കാണിച്ചു തരാം. അടുത്തത് ഇങ്ങനൊരു കൈൻഡ് ഓഫ് കൊറിയൻ മോഡൽ ഡ്രസ്സാണ്. ഇത് ഒരു പഫ് സ്ലീവ് അതിന് വരുന്നത്, എലാസ്റ്റിക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ നെക്ക് പോർഷനിൽ കണ്ടോ ഇങ്ങനത്തെ ഒരു സംഭവം വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഡ്രസ്സിൽ ഭയങ്കര അടിപൊളിയായിട്ടുള്ളത് ഈ ഒരു സാധനമാണ് ഫീൽ ചെയ്യുന്നുണ്ട്. ബട്ടൺസ് വരുന്നുണ്ട്, അതേപോലെ ചെക്ക് ഒരു, പക്ഷെ എൻ്റെ കളർ കോമ്പിനേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. വീഡിയോയിൽ കാണുമ്പോൾ എനിക്കറിയില്ല, പക്ഷെ ഒരു പീസ്റ്റൽ കളേഴ്സ് ആയിട്ടുള്ളൊരു ചെക്ക് മോഡൽ ഉടുപ്പായത്. ഇതിന് ഒരു പ്രശ്നമുണ്ട്, സൈസ് ചാർട്ടില്ല. ഇനി സൈസ് സ്മോൾ മീഡിയം അങ്ങനെയല്ല, ഒറ്റ സൈസുള്ളൂ, ഫ്രീ സൈസാണ്. ഞാൻ എടുത്തിരിക്കുന്ന ഫ്രീ സൈസാണ്, അത് കുറച്ച് വലുതാണ്. പക്ഷെ ഇട്ട് വരുമ്പോഴത്തേക്ക് ആ ഒരു ഇത് വൃത്തികേടായിട്ട് ഫീൽ ചെയ്യുന്നില്ല, നന്നായിട്ട് തന്നെ ഉണ്ട്. ഇനിയുണ്ട്, രസമല്ലേ? ഓക്കെ, ഞാനിതും ഇട്ട് കാണിക്കാം. ഇത് ഇട്ട് കഴിയുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും, ബാക്ക് സൈഡും ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇത് എങ്ങനെയുണ്ട് എന്ന് പറയാം. ഇതിൻ്റെ ഈ ഒരു കോളർ ഇത് ബാക്കിലും അങ്ങനെ തന്നെ വരുന്നുണ്ട്, അങ്ങനെ തന്നെ വരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡ്രസ്സ് നോക്കാം. ഓക്കെ, അപ്പം അടുത്ത ഡ്രസ്സ് ഇതാണ്. ഇതും ഫുൾ സ്ലീവ് ഡ്രസ്സാണ്, മെറ്റീരിയൽ സ്ട്രെച്ചബിൾ ആണ്. നെക്ക് പോർഷൻ ഇങ്ങനെയാണ് വരിക. ഈ ഡ്രസ്സിൻ്റെ മെയിൻ ഒരു സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇവിടെ ഒരു സ്റ്റിച്ച് ഉണ്ട്. ഇതാ ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റിച്ച് ഉണ്ട്. ആ സ്റ്റിച്ചാണ് കുറച്ചും കൂടെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ഡ്രസ്സ് ഇടുമ്പോൾ നല്ല ഫിറ്റഡ് ആയിട്ടുള്ള ഡ്രസ്സാണ്. ഞാൻ എൻ്റെ എല്ലാ ഡ്രസ്സും എടുത്തിരിക്കുന്ന സൈസ് സ്മോൾ സൈസാണ്. അതിന് മുന്നേ കാണിച്ച ഡ്രസ്സില്ല, അത് മാത്രം ഫ്രീ സൈസ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ്. നമുക്ക് അടുത്ത ഡ്രസ്സിലോട്ട് പോകാം. ശരിക്കും ചൂടെടുക്കുന്നുണ്ട്, അതുകൊണ്ട് വേഗം വീഡിയോ തീർക്കണം. അപ്പോൾ അടുത്ത ഡ്രസ്സ് നെക്സ്റ്റ് വരുന്നത് ഒരു ഷർട്ടാണ്. ഈ ഷർട്ട് ഞാൻ ഇട്ടിട്ടൊന്നുമില്ല, അതൊരു ചെക്ക് മോഡൽ കൈൻഡ് ഓഫ് ഷർട്ടാണ്. സവാന നിർത്തിയിട്ടുള്ളതാണിതും. ഇത് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല, ജസ്റ്റ് കിട്ടിയപ്പോൾ ഒന്ന് ഇട്ട് നോക്കിയതേ ഉള്ളൂ. ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതിങ്ങനെ വരിക. പക്ഷെ ഇത് നമ്മളൊരു വൈറ്റ് ഇന്നർ ഇട്ടിട്ട് അതിൻ്റെ മേലെ ഓപ്പൺ ആക്കി സ്റ്റൈൽ ചെയ്താൽ നന്നായിട്ടുണ്ടാവും. വിത്തൊരു ബ്ലൂ ജീൻസ് നല്ല ഉണ്ടാവും ഫീൽ ചെയ്യുന്നു. ഇത് ഞാൻ ഇതുവരെ ഇട്ടില്ല, പക്ഷെ ഇതെനിക്ക് ഇട്ട് കാണിക്കണം എന്നുണ്ട്. പക്ഷെ എൻ്റെ വൈറ്റ് കളർ ഉള്ളിലിടുന്ന സാധനം ക്രോപ്പ് ടോപ്പ് അത് അപ്പുറത്തെ റൂമിലാണ്. അവിടെയാണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് എന്തോ ചെയ്തുകൊണ്ടിരിക്കുക, അപ്പം ഞാൻ അവരെ പോയി ഡിസ്റ്റർബ് ചെയ്യാൻ വയ്യ. അതുകൊണ്ട് ഞാൻ എന്തായാലും ഡെഫിനറ്റ്ലി ഇത് സ്റ്റൈൽ ചെയ്യുന്നൊരു വീഡിയോ ഷോർട്ട്സ് ആയിട്ടിടും. സോ അപ്പോൾ നമുക്ക് അടുത്ത ഡ്രസ്സ് കാണിക്കാം. ഇത് ഈ ഷർട്ട് 750 800 അങ്ങനെ എന്തോ വരുന്ന 800-നുള്ളിൽ വരുന്ന ഷർട്ടാണിത്. ഓക്കെ, ഇത് ഞാൻ എന്തായാലും സ്റ്റൈൽ ചെയ്ത് കാണിക്കാം. അടുത്തത് ലാസ്റ്റ്
ലാസ്റ്റ് ഡ്രസ്സായിരുന്നു, അതൊരു പുള്ളോവറാണ്. അത് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് ഇതൊരു ഇട്ടിട്ടില്ല. ഇതാണത്. ഇത് ഞാനൊരു വൈറ്റ് സ്വെറ്റ് ഷർട്ട് കാണിച്ചില്ലേ, അതേ മോഡൽ അതിൻ്റെ സ്ലീവാണ് വരുന്നത്. ഹാഫ് നേവി ബ്ലൂവും ഹാഫ് വൈറ്റ് വരുന്നത്. ഇതൊരു നേവി ബ്ലൂ വൈറ്റ് കോമ്പിനേഷനിൽ വരുന്നൊരു പുള്ളോവറാണ്. നടുക്കൊരു സിബെല്ലാം വരുന്നുണ്ട്. ഇതാ, അപ്പം ഇതാണ് ഇട്ട് കഴിയുമ്പോൾ ഇങ്ങനെ ഉണ്ടാവുക. ഒരു സിബുണ്ട്. ഇത് ഫുള്ള് സിബിട്ടാൽ ഞാൻ എന്തോ സ്പേസിൽ പോകുന്ന മാതിരി ഇരിക്കും. അതുകൊണ്ട് ഞാൻ ഫുള്ള് സിബ് ഇടുന്നില്ല, ഇങ്ങനെ ഇടുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെയാണ് വരിക സ്ലീവെല്ലാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഞാൻ ഈ ഡ്രസ്സെല്ലാം എടുത്തിട്ടുള്ളത് 7-ൽ നിന്നാണ്. എല്ലാം ഇതും സ്മോൾ സൈസാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ എന്ത് ടൈപ്പ് വീഡിയോ ചെയ്യണമെന്ന് സജഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.